ഈസി മാത്സ് PSC ട്രിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. PSC എക്സാം എഴുതുന്ന ഉദ്യോഗാർത്ഥികൾ ഏറ്റവും അധികം ഡിഫിക്കൽട്ടി ലെവൽ അനുഭവിക്കുന്ന ഒരു സന്ദർഭമെന്ന് പറയുന്നത് അവർക്ക് വരുന്ന മാത്തമാറ്റിക്സിലെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ചെയ്യേണ്ട മെത്തേഡ് അറിയാമെങ്കിൽ തന്നെയും അവർക്ക് കൃത്യമായ സമയപരിധിയിൽ അതിൻ്റെ ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അതിപ്പോൾ PSC ഉദ്യോഗാർത്ഥികൾ എന്നല്ല, സ്കൂൾ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ തന്നെയും അവർ ഫൈനൽ എക്സാമോ ഏതെങ്കിലും എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഞാൻ ഉൾപ്പെടെയുള്ള ടീച്ചേഴ്സ് അവർക്ക് കൊടുക്കുന്ന ഒരു ഗൈഡൻസ് ആണ് നിങ്ങൾ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഏറ്റവും അവസാനം എഴുതുക എന്നത്. അതിനൊരു കാരണമുണ്ട്. ഞാൻ എൻ്റെ കുട്ടികളോട് തമാശയായിട്ട് പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. ലക്ഷ്മണൻ മാനിനെ പിടിക്കാൻ ശ്രമിക്കുന്നതിന് തുല്യമാണ് ചില 1 മാർക്ക് ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതുന്നത്. അതായത് നമുക്ക് തോന്നും അത് ഇപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടും, നമുക്കിപ്പോൾ ആൻസർ കിട്ടും എന്ന്. നമുക്കറിയാം, രാമായണത്തിൽ ലക്ഷ്മണൻ മാനിനെ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ ലക്ഷ്മണൻ കരുതുന്നത് അത് തന്നെയാണ്, ഇപ്പോൾ മാനിനെ കിട്ടും എന്നാണ്. അതുപോലെയാണ് മാത്തമാറ്റിക്സിൻ്റെ ചില ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യുന്നത്. നമുക്ക് എല്ലാ സമയത്തും ഓരോ സ്റ്റെപ്പിൽ തോന്നും നെക്സ്റ്റ് സ്റ്റെപ്പിൽ ആൻസർ കിട്ടുമെന്ന്. അപ്പോൾ നമ്മുടെ സമയം പോകുന്നത് നമുക്കറിയാൻ പറ്റാണ്ടാകും. നമുക്ക് കൃത്യമായ സമയത്തിൽ അറിയാവുന്ന ക്വസ്റ്റ്യൻസ് പോലും, ഈസിയായ ക്വസ്റ്റ്യൻസ് പോലും നമുക്ക് ആൻസർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാണ്ടാകും. ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുക എന്ന ലക്ഷ്യത്തിലാണ് ഈസി മാത്സ് PSC ട്രിക്സ് എന്നുള്ള ഈ ക്ലാസ് ആരംഭിച്ചിരിക്കുന്നത്. ഒരു ക്ലാസ്സിൽ 5 ക്വസ്റ്റ്യൻസ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആ എക്സ്പ്ലെയിൻ ചെയ്യുക മീൻസ് ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്നല്ല, ആ മെത്തേഡിൽ വരുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റണം എന്നുള്ള ലക്ഷ്യത്തിലാണ് ഓരോ ക്വസ്റ്റ്യൻ്റെ ആൻസറും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. PSC എക്സാം എഴുതുന്ന ഉദ്യോഗാർത്ഥികളിൽ ഈസി മാത്സിൻ്റെ ട്രിക്സ് കണ്ടു കഴിഞ്ഞാൽ അവർ അറ്റൻഡ് ചെയ്യുന്ന ടെസ്റ്റിൽ മാത്സിൽ നിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യനും ചെയ്യാൻ കഴിയണം എന്നതാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിനുവേണ്ടി മാക്സിമം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് അല്ലാതെ നിങ്ങൾക്ക് മറ്റേതെങ്കിലും ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുകയോ നിങ്ങൾക്ക് മെസ്സേജായിട്ട് ഫേസ്ബുക്കിൽ പേജിലോ അതല്ലെങ്കിൽ ഇമെയിലായിട്ടോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ആൻസർ എക്സ്പ്ലെയിൻ ചെയ്തു തരും. അപ്പോൾ അധികമായിട്ടൊന്നും പറയുന്നില്ല, ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നു. ഫസ്റ്റ് ഏറ്റവും അധികം ഞാൻ PSC ടെസ്റ്റിൽ കണ്ടൊരു ക്വസ്റ്റ്യനാണ്. അത് പറയാൻ 2 കാരണമുണ്ട്. ഒന്ന്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ. മറ്റൊരു കാരണം, അത് നോർമലി എല്ലാവരും ചെറിയ മിസ്റ്റേക്സ് വരുത്താൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ എങ്ങനെ ചെയ്യണമെന്ന് മാത്രമല്ല, അതിൽ നിങ്ങൾക്ക് വരാവുന്നൊരു മിസ്റ്റേക്ക് കൂടെ ഞാൻ പറയും. വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കാം, ഞാനതിന് റിപ്ലൈ തരുന്നതാണ്. നമുക്കപ്പോൾ നമ്മുടെ PSC ട്രിക്സ് എന്ന ക്ലാസ്സിലെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ആദ്യമായിട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഇത് PSCയിൽ മുന്നേ ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും കിട്ടിയിട്ടുള്ളതാണ്. ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള മെത്തേഡ് ക്വസ്റ്റ്യൻസാണ് ഞാനിവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. അതിൽ നിന്ന് 5 ക്വസ്റ്റ്യൻസ് ഇന്നത്തെ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ക്ലോക്കിൽ സമയം 6:30 കാണിച്ചിരിക്കുന്നു. മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് എത്ര? നിങ്ങൾക്ക് എഴുതണമെങ്കിൽ എഴുതാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ക്ലോക്കിൽ സമയം 6:30 കാണിച്ചിരിക്കുന്നു. മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് എത്ര? അപ്പോൾ അതിൽ കൊടുത്തേക്കുന്ന ആൻസേഴ്സ് A 15 ഡിഗ്രി, B 30 ഡിഗ്രി, C 45 ഡിഗ്രി, D 60 ഡിഗ്രി. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാനിത് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ PSC ടെസ്റ്റ് എഴുതുന്നവരും മലയാളം ലാംഗ്വേജിൽ എഴുതുന്നവർക്കും 2 പേർക്കും മനസ്സിലാക്കിയ രീതിയിലാണ് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ചോദിക്കുന്നത് എങ്ങനെയാണ്? ടൈം 6:30 ആകുമ്പോൾ ക്ലോക്കിൻ്റെ മിനിറ്റ് നീഡിലും അവേഴ്സ് നീഡിലും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ മെഷർമെൻറ്റാണ് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു ക്ലോക്കിൻ്റെ ഡയഗ്രം വെച്ച് മനസ്സിലാക്കി പഠിക്കുക. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രെയിനിൽ തന്നെ ചിന്തിച്ച് നമുക്കിതിൻ്റെ ആൻസർ കണ്ടെത്താൻ പറ്റും. അത്രയും ഈസിയാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഡയഗ്രം ആദ്യം വരച്ച് നോക്കാം. നോക്കുക, നമ്മൾ ഡയഗ്രം ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. ഡയഗ്രം ഇവിടെ 12, നോർമലി നമ്മളിവിടെ 6, 3, ഇവിടെ 9, ഇതിനിടക്ക് 1, 2, 4, 5, 7, 8, 10, 11.
ഇത് ഓരോ മണിക്കൂറിനെ ഇങ്ങനെ സൂചിപ്പിച്ചാണ് വരുന്നത്. നമുക്കിതിനെ തമ്മിൽ യോജിപ്പിച്ച് എത്ര ആംഗിൾസ് ഉണ്ടെന്ന് നോക്കാം. അതായത് ഇതിലെ ഓരോ 5 മിനിറ്റ്സിനെയും നമ്മൾ യോജിപ്പിച്ച് ഓരോ 5 മിനിറ്റ്സും ഓരോ ആംഗിളായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓരോ 5 മിനിറ്റ്സും ഓരോ ആംഗിളാണ്. അപ്പോൾ നോക്കുക, 1 2 3 4 5 6 7 8 9 10 11 12. അപ്പോൾ 12 ആംഗിൾസ് ഉണ്ട്. ഇങ്ങനെ 5 മിനിറ്റ്സ് ഇടവിട്ടുള്ള 12 ആംഗിൾസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ആംഗിളിൻ്റെ മെഷർമെൻറ്റ് കാണുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ഒരു ആംഗിളിൻ്റെ ഡിഗ്രി എത്രയെന്നാണ്. അപ്പോൾ നമുക്ക് ഈ ഡിഗ്രി കണ്ടുപിടിച്ച് വച്ചാൽ അപ്പോൾ നമുക്ക് ആ നീഡിലിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ആംഗിൾ മെഷർമെൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നോക്കുക, ടോട്ടൽ നമുക്കറിയാം ഇതിൻ്റെ ഒരു സർക്കിൾ ആകുമ്പോൾ ഇതിൻ്റെ ടോട്ടൽ ആംഗിൾ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. അപ്പോൾ ഇതിൽ എത്ര ഇങ്ങനത്തെ ഈ 5 മിനിറ്റ്സ് വരുന്ന എത്ര ആംഗിൾസ് ഉണ്ട്? 12 ആംഗിൾസ്. നമ്മളപ്പോൾ അതിനെ ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുക? 30 കിട്ടും. 36 ഡിവൈഡ് ബൈ 12 3 ആണ്, 0 കൊടുത്തു 30 കിട്ടും. അപ്പോൾ ഇത് നിങ്ങൾ ഇനി കാൽക്കുലേറ്റ് ചെയ്യേണ്ട. നിങ്ങൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് 5 മിനിറ്റ്സ് വരുന്ന ഒരു ആംഗിളിന് 30 ഡിഗ്രിയാണ് അതിൻ്റെ മെഷർമെൻറ്റ്. 30 ഡിഗ്രിയാണ് ഒരു ആംഗിളിൽ വരുന്ന ഒരു കോണിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. ഓക്കെ, ഇത് കണ്ടുവച്ചു. ഓക്കെ, ഇനി ഇതിൽ വരാവുന്ന ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അതായത് നമ്മൾ നോർമലായിട്ട് എല്ലാവരും പെട്ടെന്ന് ചെയ്യുന്നൊരു മിസ്റ്റേക്ക് ഉണ്ട്. അതായത് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഡയഗ്രം തരത്തില്ല. അപ്പോൾ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് ഇങ്ങനെ ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ. അവിടെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരുന്നു. ഇതിൻ്റെ അവേഴ്സ് നീഡിൽ 12ലും ഇതിൻ്റെ മിനിറ്റ് നീഡിൽ 30 മിനിറ്റ്സ്, അതായത് 6ൽ വരുന്നു 30 മിനിറ്റ്സ് ആണ്. മിനിറ്റ്സ് നീഡിൽ 30 മിനിറ്റ് ആണെങ്കിൽ അതിൻ്റെ ആംഗിൾ മെഷർമെൻറ്റ് ചോദിച്ചു. ആ സമയം നമുക്കറിയാം അവേഴ്സ് 12ലും മിനിറ്റ് നീഡിൽ എവിടെയാണ്? 6ലും വന്നാൽ 30 മിനിറ്റ്സ് മീൻസ് 6ലും ആണെങ്കിൽ ഇത് സ്ട്രെയിറ്റ് ലൈനാണ്. നമ്മൾ 180 എന്ന് നോക്കിയിട്ട് സ്ട്രെയിറ്റ് ലൈൻ ആയതുകൊണ്ട് 180 എന്ന് അവിടെ ആൻസർ ചെയ്തു. അപ്പോൾ നോർമലി പെട്ടെന്ന് അത് ഓർമ്മയിൽ വന്നിട്ട് ഈ 180 ഡിഗ്രി ഉണ്ടെങ്കിൽ എല്ലാവരും അവിടെ പെട്ടെന്ന് 180 ഡിഗ്രി എന്ന് എഴുതി വെക്കും. ആ ഒരു മിസ്റ്റേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ പറയുന്നത് അങ്ങനെയല്ല. ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ല, ഇവിടെ പറയുന്നത് 630 ആണ്. 630 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 630 കാണിക്കുമ്പോൾ 30 അതിൻ്റെ മിനിറ്റ് സൂചി എന്ന് പറയുന്നത് അത് 6ൽ തന്നെയാണ് വരുന്നത്. 30 മിനിറ്റ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ മിനിറ്റ് നീഡിൽ 6ലാണ് വരുന്നത്. ഓക്കെ, പക്ഷേ അതിൻ്റെ മണിക്കൂർ സൂചി അവേഴ്സ് നീഡിൽ എന്ന് പറയുന്നത് വരുന്നത് 6ലല്ല. 630 എന്ന് പറയുമ്പോൾ 6:30 എന്ന് പറയുമ്പോൾ അവേഴ്സ് നീഡിൽ വരുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെയും മിഡായിട്ട് വരും. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട ആംഗിൾ ഇതാണ്. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട ആംഗിൾ എന്ന് പറയുന്നത് 630 എന്ന് പറയുമ്പോൾ ഈ റെഡ് മാർക്ക് ചെയ്ത ആംഗിളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പെട്ടെന്ന് ചിന്തിക്കല്ലേ, 6 o'clock ആകുമ്പോൾ മണിക്കൂർ സൂചി 6ലും മിനിറ്റ് സൂചിയും 6ലാണെന്ന് തെറ്റിദ്ധരിക്കരുത്. 630 എന്ന് പറയുമ്പോൾ അതിൻ്റെ മണിക്കൂർ സൂചി ഇതിൻ്റെ മിഡ് പാർട്ടിലേക്ക് വന്നിട്ടുണ്ടാകും. സംശയമില്ലല്ലോ? അപ്പോൾ നമുക്ക് ഈ ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്. വളരെ സിമ്പിളാണ്. ഇതിൻ്റെ മിഡിലാണ് വന്നു എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്ന ട്രിക്ക് അതാണ്. ഈ ടോട്ടൽ എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. അപ്പോൾ 630 ആകുമ്പോഴുള്ള അതിൻ്റെ ആംഗിൾ 30/2 ആയിരിക്കും അല്ലേ? ഇതിൻ്റെ പകുതിയാണ്, ഹാഫാണ്. ഹാഫ് കണ്ടുപിടിക്കാൻ ആംഗിൾ എന്ത് ചെയ്യണം? 30/2 എടുക്കണം. 30/2 15 ഡിഗ്രിയാണ്. വളരെ സിമ്പിളായിട്ട് നമുക്കിങ്ങനെ 15 ഡിഗ്രി എന്ന് എഴുതാം. ഇതിപ്പോൾ നിങ്ങൾക്കിതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ആക്ച്വലി നിങ്ങളിത് നോക്കുമ്പോൾ തന്നെ ഓക്കെ, ഇതിൻ്റെ മിഡ് വരുന്നു, ഈ പകുതി ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് 5 മിനിറ്റ്സിൻ്റെ ആംഗിൾ കണ്ടുപിടിക്കേണ്ട ഒരു 5 മിനിറ്റ്സ് ആംഗിളിൻ്റെ ഹാഫാണ് കണ്ടുപിടിക്കേണ്ടത്. ആ ഹാഫ് കണ്ടുപിടിക്കാൻ വളരെ സിമ്പിളായിട്ട് 30/2 15 ഡിഗ്രി എന്ന് എഴുതാമെന്ന് നമുക്ക് നോക്കിയിട്ട് ആൻസർ ചെയ്യാം. അതാണ് ഞാൻ പറഞ്ഞ് ഈസി ആയിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്ത് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് പോകുന്നില്ല. നിങ്ങളിനി ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഇനി കമൻറ്റ് ചെയ്താൽ ഞാൻ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇതുപോലെ എക്സ്പ്ലെയിൻ ചെയ്യും. നിങ്ങൾ തന്നെ ഇങ്ങനെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഞാനും
വരുന്ന ക്ലാസ്സുകളിൽ മറ്റേതെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ അതിൽ വരുന്ന ടൈം വീണ്ടും ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറഞ്ഞിട്ട് അതിൻ്റെ ആൻസറും പറയാം. ക്ലോക്കിൽ സമയം 6:30 കാണിച്ചിരിക്കുന്നു. മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് എത്ര? തന്നിരിക്കുന്ന ആൻസർ എ 15 ഡിഗ്രി, ബി 30 ഡിഗ്രി, സി 45 ഡിഗ്രി, ഡി 60 ഡിഗ്രി. അപ്പോൾ നമ്മളിതിൻ്റെ ആൻസർ എ 15 ഡിഗ്രി. എത്ര മിനിറ്റിൽ ചെയ്യാൻ പറ്റും? ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇത്രയും ടൈം എടുത്തു, പക്ഷെ നിങ്ങൾക്കത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് ജസ്റ്റ് ഒന്ന് നോക്കി വിത്തിൻ സെക്കൻഡ് നിങ്ങൾക്കിതിൻ്റെ ആൻസർ ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ ഈസി മാത്സിൻ്റെ PSC ട്രിക്സ്. നോർമലി നിങ്ങൾ ചെയ്തു വരുന്ന PSC ക്ലാസ്സുകളിൽ എക്സും വൈയൊക്കെ എടുത്ത് ഒത്തിരി ടൈം എടുത്തിട്ടാവും ഈ ക്വസ്റ്റ്യൻ ചെയ്ത് പഠിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ മറ്റുള്ള ഏതെങ്കിലും അധ്യാപകർ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാകാം. ദാറ്റ്സ് ഗുഡ്. അപ്പോൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാനത് ആൻസർ ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് പറയുന്നത്. 12 × 175 12 × 175 എന്നതിൽ എത്ര ആയിരങ്ങളുണ്ട്? ഒന്നുകൂടി, 12 × 175 എത്ര തൗസൻഡ്സ് ഉണ്ട്, എത്ര ആയിരങ്ങളാണുള്ളത്? അപ്പം നമ്പർ ഞാൻ എഴുതുന്നു. 12 × 175. അപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം എന്തിനാ ഇത്രയും ചെറിയ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ തൗസൻഡിൻ്റെ പ്ലേസിൽ വരുന്ന പ്ലേസ് വാല്യൂസ് എഴുതിയാൽ മതിയല്ലോ എന്ന് തോന്നാം. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്താ പറയുക, തൗസൻഡിൻ്റെ പ്ലേസ് വാല്യൂ എഴുതൂ, നോ പ്രോബ്ലം. പക്ഷെ അതിന് ടൈം എടുക്കും. ഇതിന് നിങ്ങൾക്ക് എങ്ങനെ ഈസി ആയിട്ട് ചെയ്യാം? നിങ്ങൾ ഈസി ആയിട്ട് ചെയ്യേണ്ടത് ഈ 12നെ സ്പ്ലിറ്റ് ചെയ്യുക, 10 + 2 എന്നെടുക്കുക, ഇൻറ്റു 175 എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഇത് ചെയ്യാനായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, രണ്ടും കൂടി, എന്നിട്ട് ആഡ് ചെയ്താൽ മതി. അപ്പോൾ 12 കൊണ്ട് 175നെ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ റൈറ്റ് ചെയ്ത് ചെയ്യണം. പക്ഷേ ഇത് ചെയ്യുമ്പോൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1750 കിട്ടും. നെക്സ്റ്റ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ആക്ച്വലി നോക്കി എഴുതാൻ പറ്റും, അല്ലാത്തവർ ആ നമ്പർ മാത്രം മൾട്ടിപ്ലൈ ചെയ്യുക. 175 × 2, 5 × 2 10, ബാലൻസ് ഓൺ 14, 5, 1, 2, 3, 350 കിട്ടും. എന്നിട്ട് ഇതിനെ ആഡ് ചെയ്യുക. എന്താണ്? 8, 11, 2. അപ്പോൾ 1000ൻ്റെ പ്ലേസ് എത്രയാണ് വന്ന? 1s, 10s, 100, 1000. അപ്പോൾ 1000ൻ്റെ പ്ലേസിൽ 2 ആണ്. 1000 പ്ലേസ് എത്രയാണ്? 2 ആണ്. അപ്പോൾ നോക്കുക, നമ്മൾ ഇതിനെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ പ്ലേസ് വാല്യൂ കൗണ്ട് ചെയ്യണം. ഒറ്റ, 10, 100, 1000. 1000ൻ്റെ പ്ലേസുള്ള നമ്പറാണ് എഴുതേണ്ടത്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എങ്കിലും ഞാനിതിൽ ഈ മൾട്ടിപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് മാത്രമാണ് അതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ അത് ഭംഗിയായിട്ട് നോക്കുക എങ്ങനെയാണെന്ന്. ഈസി നമ്പറാണ്, അപ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് മറ്റേതെങ്കിലും ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യണമെങ്കിൽ കമൻറ്റായിട്ട് ചെയ്യുക. ഞാൻ ആ ക്വസ്റ്റ്യൻസ് വരുന്ന ക്ലാസ്സുകളിൽ എക്സ്പ്ലെയിൻ ചെയ്യും. ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിച്ചിട്ട് ആൻസർ പറയാം. 12 × 175 എന്നതിൽ എത്ര ആയിരങ്ങളുണ്ട്? എ 3000, ബി 2000, സി 21000, ഡി 8000. അപ്പോൾ ഇതിൽ ബി ആണ് 2000. ഓക്കെ, 1000 വാല്യൂ 2 ആണ്. ഓക്കെ, എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ രണ്ട് ലാംഗ്വേജും കൂടെ ഞാൻ മലയാളവും ഇംഗ്ലീഷും പറയുമ്പോൾ നിങ്ങൾക്കത് മിക്സ് ആവേണ്ട വാക്കുകൾ മലയാളത്തിൽ പറയുന്നുണ്ട്, മനസ്സിലാക്കുക. ഓക്കെ, ശരി. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഒരു സംഖ്യയുടെ പകുതിയും വർഗ്ഗമൂലവും ഒന്നു തന്നെയാണ്. സംഖ്യ ഏത്? അതായത് ഒരു നമ്പറിൻ്റെ ഹാഫും ആ നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്താലും ഒന്ന് തന്നെയാണ്. സംഖ്യ ഏതാണ്? ആൻസേഴ്സ്: എ 3, ബി 5, സി 4, ഡി 6. 3, 5, 4, 6 എന്നിവയാണ് ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം വർഗ്ഗമൂലം എന്ന് പറയുമ്പോൾ, സ്ക്വയർ റൂട്ട് എന്ന് പറയുമ്പോൾ തന്നെ ഇതിൽ ഒരു നമ്പറിൻ്റെ മാത്രമേ സ്ക്വയർ റൂട്ട് നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. അതായത് പൂർണ്ണസംഖ്യയായ ഒരു സ്ക്വയർ റൂട്ട് കിട്ടുന്നത് 4ൽ മാത്രമാണ്. അപ്പോൾ 4ൻ്റെ സ്ക്വയർ റൂട്ട്
സ്ക്വയർ റൂട്ട് ഓഫ് 4 ഈക്വൽ ടു 2 ആണ്. അതുപോലെ 4/2 എന്ന് പറയുന്നതും 2 ആണ്. അധികം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, വളരെ ഈസി ആയ ഒരു ക്വസ്റ്റ്യനാണ്. ആ ഓർഡറിൽ ആ ക്വസ്റ്റ്യൻ ഉള്ളത് കൊണ്ട് മാത്രം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. വളരെ ഈസി ആയ ക്വസ്റ്റ്യൻ എന്തിനു എക്സ്പ്ലെയിൻ ചെയ്തു എന്ന് വിചാരിക്കേണ്ട. ആ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള എല്ലാ ക്വസ്റ്റ്യനും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ട് അത് എക്സ്പ്ലെയിൻ ചെയ്തു. ഒരു സംഖ്യയുടെ പകുതിയും വർഗ്ഗമൂലം ഒന്ന് തന്നെയാണ്. സംഖ്യ ഏതാണ്? ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ 4, സി ആണ്. 4 എന്നാണ് എൻ്റെ ആൻസർ. 4 ആണ് അതിൻ്റെ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: 7/2, 23/6, 25/6, 27/6 ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. എന്ന സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം എത്ര? നോക്കുക, ഇവിടെ എഴുതിയിട്ടുണ്ട് 7/2, 23/6, 25/6, 27/6 എന്ന എ പിയുടെ കോമൺ ഡിഫറൻസ് എത്രയാണ്? ആൻസേഴ്സ്: എ 1/3, ബി 4/6, സി 1/2, ഡി 1/8. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ ചെയ്യണമെങ്കിൽ നമുക്ക് ഈസിയാണ്. പക്ഷെ നിങ്ങൾക്ക് ഈസി മാത്സിൻ്റെ പേജിൽ എ പി അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന 10th സ്റ്റാൻഡേർഡിൻ്റെ പോർഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഫണ്ടമെൻറ്റൽസിനകത്ത് നിങ്ങൾക്ക് ഭിന്നസംഖ്യയുടെ, അതായത് ഫ്രാക്ഷൻസിൻ്റെ സബ്ട്രാക്ഷനും അഡീഷൻസും കിട്ടും. അപ്പോൾ നിങ്ങൾ ഇത് രണ്ടും നോക്കുവാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പോൾ ആർക്കെങ്കിലും സബ്ട്രാക്ഷൻ, ഫ്രാക്ഷൻസിൻ്റെ സബ്ട്രാക്ഷൻ അല്ലെങ്കിൽ എ പിയുടെ ബേസിക്സ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈസി മാത്സിൽ നിന്ന് ഈ ഫ്രാക്ഷൻ്റെ, ഭിന്നസംഖ്യയുടെ ബേസിക്സും സമാന്തര ശ്രേണി, അതായത് എ പിയും എല്ലാം അതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ബേസിക് പോർഷൻസ് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി മാത്സ് പേജിൽ ട്രൈ ചെയ്ത് അതിനെ നോക്കി ബേസിക്സ് ഒന്ന് റീകളക്ട് ചെയ്യുക. അപ്പോൾ നോക്കുക, ഇത് ഒരു എ പിയിലെ നമ്പേഴ്സാണ്, സമാന്തര ശ്രേണിയിലാണ്. പക്ഷെ ഇവിടെ നോക്കുക, എല്ലാത്തിൻ്റെയും ഡിനോമിനേറ്റർ 6 ആണ്. പക്ഷേ ഇവിടെ ഡിനോമിനേറ്റർ മാത്രം ഡിഫറൻ്റ് ആണ്, ഇതിൻ്റെ ഛേദം മാത്രം ഡിഫറൻ്റ് ആണ്. പക്ഷെ നമുക്കിതിലെ സബ്ട്രാക്ഷൻ, കോമൺ ഡിഫറൻസ് കാണണമെങ്കിൽ A2 - A1 എന്നാണ് ഫോർമുല. അതായത് രണ്ടാമത്തെ പദം, സെക്കൻഡ് പദത്തിൽ നിന്നും ഫസ്റ്റ് ടേം സബ്ട്രാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടുന്നത്. അതായത് ഇതിനെ A1, A2, A3, A4 എന്നിങ്ങനെ ശ്രേണിയിലെടുത്താൽ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്ന ഡി, അതിൻ്റെ പൊതുവ്യത്യാസം ഡി കാണണമെങ്കിൽ A2 - A1 ആണ്. അപ്പോൾ ഇവിടെ ഈ 7/2 എന്ന് പറയുന്ന നമ്പറിനെ അതിൻ്റെ ഡിനോമിനേറ്റർ, അതിൻ്റെ ഛേദം കൂടി നമ്മൾ 6 ആക്കി മാറ്റണം. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമുക്കറിയാം ഭിന്നസംഖ്യയുടെ ഫ്രാക്ഷൻസിൻ്റെ ബേസിക്സ്. ഞാൻ വീണ്ടും പറയുന്നു, സംശയമുണ്ടെങ്കിൽ ഈസി മാത്സ് പേജിലുണ്ട്, ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിത് ചെയ്യുമ്പോൾ 7/2 6 ആക്കി മാറ്റണമെങ്കിൽ 2 6 ആക്കാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. പക്ഷെ ഭിന്നസംഖ്യയുടെ നിയമം അനുസരിച്ച് നമ്മൾ സെയിം നമ്പർ കൊണ്ട് അതിൻ്റെ ന്യൂമറേറ്ററും അംശവും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇത് 21/6 എന്നാകും. അപ്പോൾ ഈ നമ്പർ അല്ല ഇവിടെ 21/6 കിട്ടി. ഇനി പൊതുവ്യത്യാസം ഡി കാണാൻ എളുപ്പമാണ്. 23/6 - 21/6. ഫ്രാക്ഷൻ്റെ സബ്ട്രാക്ഷൻ എന്ന് പറയുന്നത് 6 കോമൺ എഴുതിയിട്ട് 21 എടുത്താൽ മതി. അതായത് 6 കോമൺ ആണ്, അതുകൊണ്ടാണ് 23 ഇങ്ങനെ എടുത്തേ. അപ്പോൾ നമുക്കത് എന്താണ്? 2/6 ആണ്. 2/6 കിട്ടും. 23 - 21 2 ആണ്. 2/6. 2/6. അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റിൽ ചെയ്യേണ്ടത് ഈ ആൻസറിനെ നമ്മൾ നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷനിൽ ആൻസർ ഇല്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇക്വാലൻ്റ് ഫ്രാക്ഷൻ കാണുക, അതായത് ഇതിനെ സ്മോളസ്റ്റ് ആക്കുക, ഇക്വാലൻ്റ് സ്മോളസ്റ്റ് ആക്കുക. അപ്പോൾ ഇതിന് രണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇതിൻ്റെ ആൻസർ 1/3 എന്നാകുന്നു. അപ്പോൾ നോക്കുമ്പോൾ 1/3 ഇതിൻ്റെ ആൻസറിൽ ഉണ്ട്. അപ്പോൾ ഇതും കൂടെ നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുക. 2/6 1/3. അപ്പോൾ നിങ്ങൾ ഇത്രയും സ്റ്റെപ്പ് നമ്മൾ ചെയ്യുമ്പോൾ ഇത് ഒരുപാടെന്ന് തോന്നും. പക്ഷേ ഇത്രയും സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കൊണ്ടാണ് ഇതെല്ലാം ചെയ്തത്. അല്ലെങ്കിൽ നിങ്ങൾ ഇതിനെ വെറുതെ നോക്കിയിട്ട് 23/6 21/6 എന്ന് നോക്കി തന്നെ ഇതിൻ്റെ ആൻസർ എഴുതാൻ പറ്റും. 2/6 പിന്നെ അതിനെ ഇക്വലൻ്റ് ആക്കാം. അപ്പോൾ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തു എന്ന് കരുതി ഇതെല്ലാ സ്റ്റെപ്പും നിങ്ങൾ എക്സാമിന് ചെയ്യണമെന്ന് കരുതല്ലേ. അപ്പോൾ ബേസിക്കായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തത്. അതല്ല എങ്കിൽ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കി വെക്കുക. ഇതിൻ്റെ കോമൺ ഡിഫറൻസ്, പൊതു വ്യത്യാസം കാണാൻ സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം കുറയ്ക്കുക.
അത്രയും ചെയ്യാം. വളരെ ഈസിയാണ്. സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റു ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ആ ക്വസ്റ്റ്യനും അയച്ചു തരിക. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ 5ാമത്തെ ക്വസ്റ്റ്യനാണ്. ഇന്ന് 5 ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ചെറിയ ക്ലാസ് ആകുമ്പോൾ നിങ്ങൾക്ക് നോക്കാനും പഠിക്കാനും എല്ലാം തോന്നട്ടെ എന്ന് കരുതിയാണ് വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇനി 10 ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യണം, 15 ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അയച്ചു തന്നാൽ ഞാൻ തയ്യാറാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, വില കാണുക. സോൾവ് എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. അതിൽ പറയുന്നത് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, 23.08 പ്ലസ് 8.009 പ്ലസ് 1/2 ഇതിൻ്റെ ആൻസർ കാണുക എന്നാണ് ക്വസ്റ്റ്യൻ. ഇതിൻ്റെ വില കാണുകയാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൻ്റെ ആൻസേഴ്സ് കൊടുത്തിട്ടുള്ളത് എ 31.985, ബി 15.009, സി 31.589, ഡി 23.05. അപ്പോൾ നോക്കുക, ഇതിന് 3 ഡെസിമൽ വാല്യൂസ് കൊടുത്തിട്ടുണ്ട് ആഫ്റ്റർ പോയിന്റ്. അപ്പോൾ നിങ്ങൾ ഇതിനെ ചെറുതാക്കി എഴുതാൻ ശ്രമിക്കല്ലേ. നമ്മുടെ ആൻസറിൽ എപ്പോഴും, നിങ്ങളുടെ ഓപ്ഷൻ വരുന്ന ആൻസറിൽ എപ്പോഴും നിങ്ങൾക്കൊരു കണ്ണുണ്ടാകണം, എങ്കിലേ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ വീണ്ടും പറയുക, ഈസി മാത്സിൻ്റെ പേജിൽ ഡെസിമൽസിൻ്റെ എന്താ പറയുക, അതിൻ്റെ ഫണ്ടമെൻ്റൽസും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം നോക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതിൽ നമ്മൾ ഫസ്റ്റിൽ തിങ്ക് ചെയ്യേണ്ടത്, ഇതിനകത്ത് നോക്കുക, 2 പാർട്ട് ഡെസിമലും ലാസ്റ്റ് പാർട്ട് എന്താണ്, ഫ്രാക്ഷനും വന്നു. അപ്പോൾ ഇത് കമ്പൈൻഡ് ആയിട്ട് നമുക്ക് ഡെസിമലും ഫ്രാക്ഷനും കൂടി ആഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ ചെയ്യേണ്ടത്, ഇതൊന്ന് 2 സ്റ്റെപ്പ് ചെയ്യേണ്ടി വരും. ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താ ചെയ്യണേ, ഇതിൻ്റെ ആ ഫ്രാക്ഷൻ പാർട്ട് മാറ്റുക. ഈ സ്റ്റെപ്സ് ഒന്നും ഇങ്ങനെ 1 by 1 സ്റ്റെപ്പായിട്ട് നിങ്ങൾ എഴുതണ്ട. ഇപ്പോൾ 1/2 നിങ്ങൾക്ക് അറിയാമെങ്കിൽ 0.5 എന്ന് അറിയാമെങ്കിൽ ഡയറക്റ്റ് ഇവിടെ പ്ലസ് 0.5 എന്നിട്ട് നമുക്ക് ചെയ്യാം, ഇതിനെ മാറ്റിയിട്ട്. അതല്ലെങ്കിൽ 1/2 0.0510 എന്ന് ചെയ്യുക. ഇതൊന്നും PSC എക്സാം എഴുതാൻ പോകുന്ന ആൾക്ക് ഇതൊക്കെ അറിയാമായിരിക്കും. ഞാനെങ്കിലും ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മനസ്സിലാക്കട്ടെ എന്ന് കരുതി ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പം നോർമലി എഴുതുമ്പോൾ ഇതൊന്നും നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല, ഇതൊന്നും എഴുതല്ലേ. ക്വസ്റ്റ്യൻ ഇങ്ങനെയുണ്ടെങ്കിൽ നോക്കി സമയം കളയില്ലേ. 0.8 ആഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പോയിൻ്റ് അടുക്ക് തന്നെ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ എഴുതുന്നതായിരിക്കും എളുപ്പം. പോയിൻ്റ് മാറിയാൽ നിങ്ങൾക്ക് ഡിഫിക്കൽട്ടായിരിക്കും ആഡ് ചെയ്യാൻ. ഇപ്പോൾ ഇവിടെ 0.5. അപ്പോൾ എന്താ ഇവിടെ നോക്കാം, ഞാൻ പറഞ്ഞു ഇവിടെ പോയിൻ്റ് കറക്റ്റ് എഴുതണമെന്ന് പറഞ്ഞു, അവിടെ പ്ലേസ് വാല്യൂ ഇല്ല. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ 9, 8, 5 എത്രയാണ് 1, 3 31.589 എന്ന് വരും. അപ്പോൾ വിത്തിൻ സെക്കൻഡ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. പക്ഷെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഇത് ആൻസർ എഴുതിയാൽ പോരല്ലോ, അതുകൊണ്ടാണ് ആ പാർട്ട് എക്സ്പ്ലെയിൻ ചെയ്തത്. വിത്തിൻ സെക്കൻഡ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കഴിയണം. അപ്പോൾ ഇതിൻ്റെ ആൻസറിൽ സി ആണ് കറക്റ്റ് ആൻസർ. സി എന്നുകൂടെയൊക്കെ പറയുന്നത് ആരെങ്കിലും നോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാകട്ടെ എന്ന് കരുതിയിട്ടാണ് സി ആണ് ആൻസർ എന്നുകൂടി പറയുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം. നിങ്ങൾക്ക് ക്ലാസ് പ്രയോജനമായെന്ന് കരുതുന്നു. ഇനി കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം, അതല്ലെങ്കിൽ ഒത്തിരി ക്വസ്റ്റ്യൻസ് എക്സ്പ്ലെയിൻ ചെയ്യണം എന്തുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് പ്രയോജനമായെന്ന് കരുതുന്നു. അപ്പോൾ എക്സ്പ്ലനേഷൻ തന്നത് സിമ്പിൾ കാര്യമല്ല, നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് എങ്ങനെ ചെയ്യണമെന്ന് നോക്കി പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ആ ക്ലോക്കിൻ്റെ ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിട്ടുണ്ട്, ഒത്തിരി പേര് അത് ഡിഫിക്കൽട്ടായിട്ട് ചെയ്ത് ഒത്തിരി ടൈം എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് PSC ടെസ്റ്റിന് വരാൻ ചാൻസസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെങ്കിൽ ഈ മോഡൽ വരും. ഇതേ മോഡലിൽ നിങ്ങൾക്ക് മറ്റേതെങ്കിലും ക്വസ്റ്റ്യൻസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ധൈര്യമായിട്ട് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജിൽ മെസ്സേജായിട്ട് അയയ്ക്കുക, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. എനിവേ അടുത്ത ദിവസം മറ്റു 5 ക്വസ്റ്റ്യൻസുമായിട്ട് കാണാം.